നിങ്ങൾ ഇത്ര വെച്ചാൽ മതി, ഏതൊരു സിനിമയാണെങ്കിലും ആ ഒരു സിനിമയുടെ ഇടയിൽ ഒരു ക്രൈസിസ് പോയിന്റ് ഉണ്ടോ, നമ്മുടെ ഹീറോ ഒന്നും ചെയ്യാൻ പറ്റാതെ വീണ് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു സംഭവമുണ്ട്. ആ ഒരു സിനിമയുടെ ഹീറോ ശരിക്കത്തെ ഹീറോ ആണെങ്കിൽ ആ ഒരു പോയിന്റ് ഒരു കുതിച്ചു കയറ്റമുണ്ട്. ആ ഒരു കുതിച്ചു കയറ്റത്തിലൂടെയാണ് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് നിങ്ങളുടെ സിനിമയിൽ നിങ്ങളൊരു ഹീറോ ആണോ ഏതെങ്കിലും ഒരു സൈഡ് ക്യാരക്ടർ ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കും. ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളൊരു ഓട്ടോപ്സി ചെയ്യാൻ പോവാണ് നിങ്ങളുടെ പരീക്ഷ പേപ്പറിന് മുകളിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഒരു 3 ദിവസത്തിൽ നിങ്ങൾ എഴുതിയ ഓരോ പരീക്ഷ, ഫിസിക്സ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എന്നിട്ട് നിങ്ങളൊന്ന് സീരിയസ്ലി ഒന്ന് ആലോചിക്കാം. ഓരോ ചോദ്യവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശരിയായത്, തെറ്റിയാൽ എന്തുകൊണ്ടാണ് തെറ്റിയത്, അതുകൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും എവിടെയാണ് നിങ്ങൾ ഈ മാർക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് വേണ്ടത് ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. നമുക്ക് 2 മാസം ശരിക്കും നിങ്ങൾ പഠിക്കാനുള്ളൂ, ജനുവരി ഫെബ്രുവരി. ആ 2 മാസം നമ്മൾ ബുദ്ധിപരമായി ഉപയോഗിക്കണം. പല കുട്ടികളും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, ജനുവരി ഫെബ്രുവരി ഉണ്ടല്ലോ, അപ്പം മെല്ലെ മെല്ലെ പഠിച്ചാൽ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നമ്മൾ സിലബസ് ഒക്കെ തീർത്താൽ മതി എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് പോകും. അതാണ് ഏറ്റവും വേസ്റ്റ് സ്ട്രാറ്റജി. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ ആ 2 മാസത്തിനെ 2 സെപ്പറേറ്റ് മാസങ്ങളായിട്ടും ആ 2 മാസത്തിന് വേണ്ടി സെപ്പറേറ്റ് സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കണം. ജനുവരി ഫെബ്രുവരി, ജനുവരി ഫോർ ലേണിംഗ്, ഫെബ്രുവരി ഫോർ റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. 3ാമത്തെ ടിപ്പാണ് നിങ്ങൾക്ക് പലർക്കും ഉള്ള പ്രശ്നം. അതായത് സാർ പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു മൂഡ് കിട്ടുന്നില്ല, മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ശരിയാക്കുക? നമുക്ക് പഠിക്കാൻ എന്തോ ഒരു മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂഡ് വന്നതുകൊണ്ടോ നമ്മൾ പഠിക്കുന്നു. അങ്ങനത്തെ ഒരു സാധനം ഇല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ മടിയുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതുകൂടി ചെയ്ത് തുടങ്ങുക. നിങ്ങളൊരു 5 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 10 മിനിറ്റിലേക്ക് നിങ്ങൾ അത് ചെയ്ത് തുടങ്ങുക. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാറ് സ്റ്റാർട്ടിങ് പോലെ ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചവിട്ടി നമ്മൾ പോയിക്കോളും. അതുവരെ പഠിച്ചത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു മൊമെന്റം കിട്ടിക്കോളും. നേരെ മറിച്ച് എല്ലാ ദിവസവും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, മടിയുള്ള ആളാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി തീരുമാനിക്കുക. 10 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് നോക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ സ്റ്റാർട്ട് സ്മോൾ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. നന്നായി 60 ദിവസം പഠിച്ച് ഒരു ഗംഭീര അക്കാഡമിക് കംബാക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിനെ, നിങ്ങളുടെ പേരൻസിനെ, ഈവൻ നിങ്ങളെ അങ്ങോട്ട് ഷോക്ക് ചെയ്യിപ്പിക്കുക. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത്. അതാണ് ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ലേണിംഗ് ആകുമ്പോൾ. അതിനൊക്കെ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഓൾസോ ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സഹായമാണ്, പ്രോപ്പറായിട്ട് ടൈം ടേബിൾ വെച്ച് പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എക്സാമിനർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം.